നമസ്കാരം, ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നിയമോപദേശം വന്നിട്ടുണ്ട്. അപ്പീൽ കേസുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിയമോപദേശം തേടിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമുള്ള നിയമോപദേശത്തിന്റെ റിപ്പോർട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതരമായ പരാമർശങ്ങളുമായിട്ടാണ് നിയമോപദേശം. മാത്രമല്ല, സംശയ നിഴലിലായതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ് വന്നിരിക്കുന്നത്. ജഡ്ജിയുടെ അണ്ടറിൽ കേസ് മുന്നോട്ട് പോകുന്നതിൽ അതിജീവിതയ്ക്ക് താല്പര്യമില്ലെന്ന് പലപ്പോഴും അതിജീവിത പലയിടങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. ദിലീപിനെതിരെയുള്ള തെളിവുകൾ പക്ഷപാതത്തോടെ തള്ളിയിട്ടുണ്ട് എന്നുമാണ് നിയമോപദേശത്തിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നിയമോപദേശവുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് കടക്കാം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയ നിഴലിൽ ആയതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത്. നടൻ ദിലീപിനെതിരെ സമർപ്പിച്ചത് ഗൗരവമേറിയ നിരവധി തെളിവുകൾ ആണ്. ഈ തെളിവുകൾ പക്ഷപാതത്തോടുകൂടി തള്ളിക്കളഞ്ഞു എന്നുമാണ് നിയമോപദേശത്തിൽ ഉള്ളത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ നിലവിലെ വിധി പ്രസ്താവത്തിന് എതിരെ അപ്പീൽ പോകുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണ്. എത്രയും പെട്ടെന്ന് അപ്പീൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ ആണ് ഈ നിയമോപദേശം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അപ്പീൽ നൽകുമ്പോൾ എപ്പോഴും ഉത്തരവിലെ പോരായ്മകളും പിഴവുകളുമാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത് എങ്കിൽ ഇതിൽ അതീവ ഗുരുതരമാകുന്ന വിഷയം എന്നത് ജഡ്ജിക്ക് നേരെയും ഒപ്പം സമർപ്പിക്കപ്പെട്ട തെളിവുകളിൽ പക്ഷപാതപരമായ നിലപാട് ജഡ്ജി സ്വീകരിച്ചു എന്നതും ഉൾപ്പെടുന്ന നിയമോപദേശം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി കണക്കാക്കേണ്ടത്. അതിൽ തന്നെ എടുത്തു പറയുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദം ആണ്. മെമ്മറി കാർഡ് വിവാദത്തിൽ അടക്കം നിർണായകമായ തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ നിർണായകമായ തെളിവുകൾ ഒന്നും തന്നെ പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല എന്ന് മാത്രവുമല്ല, അത് തള്ളിക്കളയുന്ന സമീപനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന വിമർശനം കൂടി ഉയർന്നു വരുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ദിലീപിനെ വെറുതെ വിടാൻ എഴുതിയ വിധിയാണ് ഇത് എന്ന വിമർശനമുണ്ട്. ഗൗരവമേറിയ നിരവധി തെളിവുകളാണ് ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ നൽകിയത്. എല്ലാം പക്ഷപാതത്തോടെ കോടതി തള്ളി എന്ന നിയമോപദേശത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പാണ് നിയമോപദേശത്തിനോട് ഒപ്പം നൽകിയിട്ടുള്ളത്. ദിലീപിനെതിരെ ഗൗരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാ തെളിവുകളും പക്ഷപാതത്തോടു കൂടി തള്ളിക്കളഞ്ഞു എന്നതാണ് പറയുന്നത്. ശേഷവും ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കേസ് ഉണ്ടാകില്ല. നടിയെ ആക്രമിച്ച കേസിൽ സംഭവിച്ചതും അത് തന്നെയാണ്. തുടക്കം മുതൽ തന്നെ ഈ കേസിലെ അതിജീവിത പോലും പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ സംശയ നിഴലിലാക്കിയിരിക്കുന്നത് ഈ ജഡ്ജി ആയിട്ടുള്ള ഹണി എം വർഗീസിനെയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹണി എം വർഗീസിനെ തനിക്ക് വിശ്വാസമില്ല, ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത മേൽക്കോടതികളെ സമീപിച്ചതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. ഇതിന്റെ വിധി വരുന്ന സമയത്ത് പോലും അതിജീവിതയുമായി ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും പറയുന്നത് തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ല. കാരണം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.